നല്ലൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി എന്ന് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് 2 രൂപയുടെ പേപ്പറിൽ നല്ല അടിപൊളി സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഒരു ബോണ്ട് പേപ്പറിനകത്ത് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു 1.5 പേപ്പർ മതി കേട്ടോ ബോണ്ട് പേപ്പർ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബോണ്ട് പേപ്പറും ഒരു അരയും കൂടെ മതി. അപ്പോൾ അത് മുറിക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്കൂളിൻ്റെ അകത്തൊക്കെ തൂക്കിയിടാം. അതല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ നിറയെ തൂക്കാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ മടക്കുന്നത് കണ്ടില്ലേ, ഞാൻ ഒരു ഒറ്റ ബോണ്ട് പേപ്പർ ഇതുപോലെ വട്ടം മടക്കിയിട്ട് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ 4 പീസാക്കി കട്ട് ചെയ്തേക്കുന്ന ഇത് കണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് 6 കഷ്ണങ്ങളായിട്ട് വേണം. അപ്പം താഴെ ഇരിക്കുന്ന വയലറ്റ് കളർ പേപ്പർ കണ്ടോ, അതും കൂടെ കൂടി 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മൊത്തം 6 പേപ്പർ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 റോസും 3 വയലറ്റും ആക്കി എടുക്കാം. അപ്പോൾ മൊത്തം 6 പേപ്പർ കേട്ടോ. അപ്പോൾ 1.5 പേപ്പർ മതി കംപ്ലീറ്റും. അപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇനി മടക്കുന്നത് കണ്ടോ കേട്ടോ. ഈ മടക്കുന്നത് ഇതുപോലെ എടുത്തിട്ട് ഒരു ഇത്തിരി സ്പേസ് വിട്ടതിന് ശേഷം ഈ ഒരു സൈഡ് കണ്ടോ, നമുക്കൊന്ന് ഇത്തിരി മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഒരു ഇത്തിരി നീട്ടിയിട്ടിട്ട് ആ തലക്കം ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഈ മടക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതിൻ്റെ തുമ്പത്ത് നമുക്കൊരു ഇത്തിരി ഫെവിക്കോള് ഇതുപോലെ തേച്ച് ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ 6 പേപ്പറും ഇതുപോലെ തന്നെ നിങ്ങൾ മടക്കിയിട്ട് ഇതുപോലെ വട്ടം ഒട്ടിച്ചോട്ടോ, മനസ്സിലാവല്ലേ. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കണേ. അപ്പം വയലറ്റും കൂടെ കണ്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കൂടെ എടുത്തിട്ട് ജസ്റ്റ് സൈഡ് മടക്കിയിട്ട് നീളത്തിൽ മടക്കിയിട്ട് ഈ അറ്റത്ത് ഇത്തിരി കൂടി പശ തേച്ചിട്ട് നിങ്ങളത് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഈ 6 പേപ്പറും വട്ടം മടക്കി ഒട്ടിച്ച് ഇതുപോലെ ആക്കി എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒന്നും കൂടി ഇതിങ്ങനെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വട്ടം മടക്കാം ഇങ്ങനെ കേട്ടോ, ഇതിങ്ങനെ. അപ്പോൾ ഈ ബാക്കി 6ഉം ഇതുപോലെ തന്നെ നിങ്ങൾ ഫുള്ളും വട്ടം മടക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ വരച്ചിട്ട് കട്ട് ചെയ്യാനുള്ളതാണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ കട്ട് ചെയ്യണം നിങ്ങൾ കണ്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കിയെല്ലാം പോലെ അതിൻ്റെ മുകളിൽ തന്നെ പെൻസിൽ വെച്ച് വരച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസൈൻ, ഈ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ട് നിങ്ങളൊരു ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് വരയ്ക്കണം. എന്നിട്ട് പോലെ വെച്ചിട്ട് ബാക്കി ഫുള്ള് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ട്. അതായത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കേട്ടോ. ഈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരെ കട്ട് ചെയ്യണമെങ്കിൽ ഒരൊറ്റ കട്ട് ചെയ്യലാണെങ്കിലോ കംപ്ലീറ്റ് അങ്ങ് മുറിഞ്ഞങ്ങ് പോകും. അപ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. ഈ ഷേപ്പ് കേട്ടോ. അപ്പം ഞാനിത് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ എടുത്തതിന് ശേഷം ബാക്കിയുടെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഫുള്ളും കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ 6ഉം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. 6ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 3 വയലറ്റും 3 പിങ്കും കേട്ടോ. ഇഷ്ടമുള്ള കളറുണ്ടാക്കാവേ. പിന്നെ ഈ സെൻറ്ററിൽ ഒരു വര കണ്ടോ, 2 ലൈൻ വന്നേക്കണം കണ്ടോ. അത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. ഒരു വാല് പോലെ ഇങ്ങനെ വാലക്ഷത്രം പോലെ ഇങ്ങനെ വാലിട്ട് കൊടുക്കാനായിട്ടോ. ഇതിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. വരച്ചല്ല, വെട്ടി കൊടുക്കണം. വരച്ചിട്ട് വെട്ടിക്കോ. ഇങ്ങനെ കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഇത് ഫുള്ളും 6ഉം അങ്ങനെ വാല് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇത് ഒട്ടിക്കുന്ന കണ്ടോ കേട്ടോ. ഇതിന് ഈ സെൻറ്റർ ഭാഗത്ത് ഇതിങ്ങനെ കേട്ടോ നീളത്തിൽ വരച്ചിട്ട് ജസ്റ്റ് മടക്കി ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അറ്റത്തോട്ട് കയറി പോകരുത്. വാലിൻ്റെ ഭാഗത്തേക്ക് തുമ്പ് അങ്ങോട്ട് കയറി പോകരുത്. ഇത്ര പകുതിക്ക് താഴോട്ട് കേട്ടോ. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണതിൻ്റെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് ഒട്ടിച്ചിട്ട് ഒരു വൈലറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. അങ്ങനെ ഇട കലർത്തി. പിന്നെ ഈ ഒട്ടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക, ഇതിന് ഉൾഭാഗത്തും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അകംപുറം ഉണ്ടല്ലോ, ഇതിങ്ങനെ കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. ഇനി ഞാൻ നീലയുടെ മുകളിൽ ഒന്നും കൂടെ വെച്ചിട്ട് പിങ്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓടിച്ചു വിട്ടതാണ്. ഒരുപാട് നീണ്ടു പോകുമല്ലോ വീഡിയോ, ഒരുപാട് നീണ്ടു പോകും. ലെങ്ത് ആവാതിരിക്കാനാണ് പെട്ടെന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. എൻ്റെ ഉള്ളിൽ ഭാഗത്ത് കൂടെ ഉള്ളതൊക്കെ കംപ്ലീറ്റും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് തുറക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഈ വാലും തുമ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ അകത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അറ്റത്ത് ഒരു ഇത്തിരി കൂടെ പശ തേച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വിടുത്താം. നല്ല ഭംഗിയില്ലേ നോക്കിക്കേ. ഇഷ്ടമുള്ള കളറിലുണ്ടാക്കട്ടെ. നിങ്ങൾക്ക് ഒരൊറ്റ കളർ തന്നെ ഉണ്ടാക്കണം, പിങ്കി തന്നെ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ പച്ചയോ നീലയോ മഞ്ഞയോ ചുമപ്പോ ഏതെങ്കിലും ഒറ്റ കളറിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ കളറിലുണ്ടാക്കാം. അതല്ല ഡബിൾ കളറിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു
വേറൊരു കഷ്ണം പേപ്പർ കട്ട് ചെയ്ത് 3 അതും 3 ഇങ്ങനെ വേറൊരു കളറുമായിട്ട് ജസ്റ്റ് ഇടകലർത്തി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ശരിയാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഇടണം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.